സാർ സ്പീഡിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തു. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ സ്പീഡ് എന്നുള്ള ഒരു ഫാക്ട് ആണ്, അതായത് ടൈം മാനേജ്മെന്റ്. ഇപ്പം നമ്മൾ തന്നെ പല നോട്ട്സിനും ഈ AI-നെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ അത് ലൈബ്രറിയിൽ പോയി അത് റെഫർ ചെയ്ത് കൊണ്ടുവരുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആൾക്കാരെ അത് മടിയന്മാരാക്കല്ലേ കുറച്ചുകൂടി. അല്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളപ്പോ ഇതിനകത്തും നമുക്ക് മടി. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കേസ് പറയാം. നമ്മളിപ്പം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുത്തിട്ട് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് ChatGPT-യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു LLM-ൽ കൊടുത്തു. എന്താ പറയാ, ഛർദ്ദിച്ചിട്ട പോലെ കോണ്ടന്റ് തരും. നമുക്ക് ഒരുപാട് കോണ്ടന്റ് തരും. ഇതിരുന്ന് വായിച്ച് തന്നെ വീണ്ടും ഇതിനകത്തു നിന്ന് നമുക്ക് വേണ്ട പോയിന്റ്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം ലൈബ്രറിയിലോട്ട് പോകുന്നതും വരുന്നതുമായിട്ടുള്ള സമയമായിരിക്കും ചിലപ്പോൾ ഇവിടെ കുറയുന്നത്. ഫീൽ ആൻഡ് ടച്ച്. ഇപ്പം താങ്കൾ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പം സിനിമാ മേഖലയിലാണെങ്കിലും ക്രിയേറ്റീവ് മേഖലയിലാണെങ്കിലും വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്, ഫിലിം തിരിച്ചു വരും എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് സിന്തറ്റിക് കണ്ടന്റ് ആൾക്കാർ കൺസ്യൂം ചെയ്ത് നമ്മളൊരു സാച്ചുറേഷനിലെത്തും. ഈ സിന്തറ്റിക് സാധനത്തിന് പുറകിൽ ഈ ഇമോഷണൽ കോഷ്യന്റ് അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടച്ച് അല്ലെങ്കിൽ ഈ ഫീൽ എന്ന് പറയുന്ന സാധനം തിരിച്ചു കിട്ടാൻ വേണ്ടി മനുഷ്യൻ വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനൽ കോണ്ടന്റിന്, ഞാനിപ്പോ കോണ്ടന്റ് പോയിന്റിലാണ്, ഒറിജിനൽ കോണ്ടന്റിന് വാല്യൂ കൂടും തന്നെയാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞ ഞാൻ കഴിഞ്ഞ ടൈമില് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ ഒരു ഭാഗമായിട്ടൊരു സിലബസ് AI ടൂൾ സംബന്ധിച്ച് തയ്യാറാക്കി. തയ്യാറാക്കി അതിന് നേതൃത്വം കൊടുത്തു. എല്ലാ യൂണിവേഴ്സിറ്റികളും കുട്ടി പറഞ്ഞതുപോലെ അല്ല, അനുഭവം വന്നതെന്ന് വെച്ചാൽ അവർ ഭയങ്കര താല്പര്യമാണ്. അവർക്ക് റിസർച്ച് ചെയ്യാനായിട്ട് കൂടുതൽ അധ്യാപകരുടെ അടുത്ത് പോകണം, പല സ്ഥലത്തും പോകണം, ഇതെല്ലാം പോകുന്നു. അതിന് പകരം AI ടൂൾസ് എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വലിയ താല്പര്യമാണ് അതിനകത്തുണ്ടായത്. അതുകൊണ്ട് അങ്ങനെയല്ല സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, നമ്മളിപ്പോ ഇതിന്റെ ഇടയ്ക്ക് കൂടുതൽ പറയണമല്ലോ, നമ്മുടെ പുല്ലൂരിൽ ഐക്യരക്കോണം എന്നൊരു സ്ഥലമുണ്ട്. അത് ചെറിയൊരു ഗ്രാമമാണ്. ആ ഐക്യരക്കോണത്തിൽ ഇപ്പോൾ ഒരു വിപ്ലവം ആരംഭിച്ചിട്ടുണ്ട് സോഗർ റോയ് എന്ന് വെച്ചാൽ AI ടൂൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം അധ്യാപകരില്ലാത്ത ക്ലാസ് മുറി ഉണ്ടാക്കിയിരിക്കുക. അതായത് ഇപ്പം നമ്മൾ മൂണിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കിയും കിട്ടേക്കുക. അപ്പോൾ അവർ 2 മണിക്കൂറുള്ള സിനിമ കണ്ടു കഴിയുമ്പം മൂണിൻ്റെ ടോട്ടൽ കാര്യം ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ സിനിമ ഇപ്പം 500 പേജുള്ള നോവൽ 2.5 മണിക്കൂറുള്ള ഒരു സിനിമയിലേക്ക് ചുരുക്കാമെങ്കിൽ ലോകത്തിലെ ഏത് കാര്യവും സിനിമ പിടിച്ച് കാണിക്കാമെന്നാണ് പുള്ളി ഐക്യരക്കോണം വിപ്ലവം എന്നും പറഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണെങ്കിൽ ഒരു നൊസ്റ്റാൾജിയുടെ എലമെന്റ്. ഒരു പണ്ട് ഒരുപാട് വാട്സാപ്പിൽ ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു മൊമെന്റില് നമ്മൾ പഴയ ഫയൽ എടുത്ത് ആദ്യ പ്രണയിനില് ഒരു ഇൻലാൻഡില് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാർഡിൽ എഴുതിയ കത്ത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചത് ഒരു ഓർമ്മയിലെ മയിൽപ്പീൽ തുണ്ട് പോലെ എടുത്ത് സൂക്ഷിക്കും. ആ ഒരു നമുക്കേ ഉള്ളൂ. ഇതെല്ലാം കഴിയുമ്പോൾ ഏതൊരു ഡിപ്രഷനും അല്ലെങ്കിൽ ഏതൊരു കൗൺസിലിങ്ങിനും ഒക്കെ പറയും. ഈ പഴയ തലമുറയ്ക്ക് ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.